വായനാ ദിനം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. സൂര്യൻ അസ്തമിച്ചു, വെളിച്ചം കുറച്ച് മാറി നിൽക്കുകയാണ്. രാത്രി നമ്മളെ വരവേറ്റു. വായനാ ദിനത്തിൽ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഈ ചിന്തയാണ്. വെളിച്ചം നൽകുന്നത് വായനയാണ്. ഇരുട്ടിനെ ഇല്ലാതാക്കുന്നതും വായനയാണ്. നമ്മുടെ മനസ്സിലുള്ള അന്ധകാരത്തെ തീർത്ത് കളയുന്ന അപൂർവ ശക്തിയുടെ പേര് കൂടിയാണ് വായന. എത്ര പേര് ഈ മാസം ഒരു പുസ്തകത്തിന്റെ വായന തുടങ്ങി എത്ര പേരുണ്ട്? ഒന്ന് കൈപ്പൊക്കാം. വെരി ഗുഡ്, ഒത്തിരി പേരുണ്ട്, വളരെ സന്തോഷം. ഓക്കെ, വായനാ ദിനം നമ്മളെ സംബന്ധിച്ച് ഒരു ആഘോഷ ദിനം മാത്രമല്ല, ഒരു സമൂഹം സ്വയം വിലയിരുത്തുന്ന ഒരു ദിവസം കൂടിയാണ്. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, അധ്യക്ഷന്റെ അനുമതിയോട് കൂടിയിട്ട് മുഖ്യപ്രഭാഷണമായതുകൊണ്ട് കുറച്ച് സമയം, ഒരു പക്ഷെ കൂടുതൽ എടുത്തേക്കാം. ഒരു ജനതയുടെ സമ്പത്ത് അതിൻ്റെ സമ്പദ് വ്യവസ്ഥ മാത്രമോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ ഒന്നുമല്ല, അതിൻ്റെ ചിന്തയിലാണ്. ആ ചിന്തയുടെ അടിത്തറയാണ് വായന. ഇന്ന് വായനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം പുസ്തകങ്ങളെക്കുറിച്ച് മാത്രമാണോ സംസാരിക്കുന്നത്? നോ. മനുഷ്യനെ മനുഷ്യനാക്കിയ മഹത്തായ സാംസ്കാരിക ശക്തി കൂടിയാണ് വായന. അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഭൂതകാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ പണ്ടുകാലത്ത് വായനശാലകൾ എന്ന് പറയുന്നത് വെറും കെട്ടിടങ്ങൾ മാത്രമായിരുന്നില്ല. അവ ചിന്തകളുടെ ഒരു കൂട്ടം ആളുകളുടെ, ചിന്തിക്കുന്ന ആളുകളുടെ കേന്ദ്രങ്ങളായിരുന്നു. അവിടെ പുസ്തകങ്ങൾ മാത്രമല്ല സൂക്ഷിച്ചത്, കുറെ പേരുടെ സ്വപ്നങ്ങളായിരുന്നു അത് പുസ്തക രൂപത്തിൽ. ഒരു ചെറിയ ലൈബ്രറിയിൽ നിന്നും ലോക സാഹിത്യത്തിലേക്കും ലോക ചിന്തകളിലേക്കും വാതിലുകൾ ഇങ്ങനെ വിശാലമായി തുറന്നിട്ടിരുന്നു. ഒരു വീട്ടിൽ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ഒരു അലങ്കാര വസ്തു മാത്രമായിരുന്നില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ വീടുകളിൽ പുസ്തകങ്ങൾ ഒരു അലങ്കാര വസ്തു മാത്രമാണ്, മറ്റുള്ളവരെ കാണിക്കുന്ന വസ്തുവായിട്ടും ചില ആൾക്കാർ പുസ്തകങ്ങൾ വാങ്ങി വെക്കാറുണ്ട്. ആ പുസ്തകങ്ങൾ ലൈബ്രറികളിൽ കൂടുതൽ പേര് ആകർഷിക്കുന്ന ക്ഷണപത്രങ്ങളായിരുന്നു, ക്ഷണക്കുറിപ്പുകളായിരുന്നു. ബഷീറിനെയും തകഴിയെയും എംടിയെയും വായിച്ച തലമുറകൾ കഥകൾ മാത്രമാണ് വായിച്ചത്, മനുഷ്യ ജീവിതത്തെയാണ് അവർ വായിച്ചത്. കുമാരനാശാനെയും വെള്ളത്തോളിനെയും വായിച്ച ആളുകൾ അവര് കവിതകൾ മാത്രമല്ല വായിച്ചത്, ആസ്വദിച്ചത്. ഒരു സമൂഹത്തിന്റെ ആത്മാവിനെയാണ് കവിതയിലൂടെ, കഥകളിലൂടെ അവർ ആവിഷ്കരിച്ചത്. പക്ഷേ നമ്മുടെ ഈ വായനയുടെ സംസ്കാരം, അതിന്റെ ചരിത്രം പുസ്തകങ്ങളിൽ മാത്രമല്ല. ഒരു കാലത്ത് പണ്ട് അതൊക്കെ താളിയോലകളിൽ എഴുതപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു, അല്ലെ? കാലം മാറി, താളിയോലകൾ പുസ്തകങ്ങളായിട്ട് രൂപാന്തരപ്പെട്ടു. പുസ്തകങ്ങൾ, പുസ്തകക്കൂട്ടങ്ങൾ ലൈബ്രറികളായിട്ട് മാറി. ഇന്ന് അത് അറിവിന്റെ ഡിജിറ്റൽ സ്ക്രീനിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു കാര്യം സത്യമാണ്, ഓർക്കണം, മാറിയത് അറിവിന്റെ മാധ്യമമാണ്. നമ്മളിലേക്ക് എത്തിക്കുന്ന താളിയുലകൾ, പുസ്തകങ്ങൾ, ഇതെല്ലാം ആ മാധ്യമം മാത്രമാണ് മാറിയിട്ടുള്ളൂ. മാറാൻ പാടില്ലാത്ത ഒന്നുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? അറിവിനോടുള്ള മനുഷ്യന്റെ ആദരവ്, അറിവിനോടുള്ള മനുഷ്യന്റെ ആർത്തി, അതൊരിക്കലും മാറാൻ പാടില്ല. താളിയോലകൾ കയ്യിൽ പിടിച്ച മനുഷ്യൻ അറിവിനെ തേടിയിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചിരിക്കുമ്പോഴും എല്ലാ മനുഷ്യന്മാരും അത് തന്നെ ചെയ്യണം, അറിവിനെ തേടണം. വ്യത്യാസം വന്നിരിക്കുന്നത് ഉപകരണങ്ങളിലായിരിക്കാം, പക്ഷെ ആ വ്യത്യാസം നമ്മുടെ സമീപനത്തിൽ മാറാൻ പാടില്ല. അറിവ് തേടുക, അറിവിനെ ആഗ്രഹിക്കുക, അറിവിനെ ആർത്തി മൂലം തേടിപ്പിടിക്കുക,
അതിലായിരിക്കണം നമ്മളുടെ ചിന്തകൾ പാറിപ്പറക്കേണ്ടത്. പണ്ട് താളിയോലകൾ എഴുതി വെച്ച വാചകങ്ങൾ എത്രയോ മനുഷ്യന്മാരുടെ ചിന്തകളെ മാറ്റിമറിച്ചിരുന്നു. ഇന്നും ഒരു നല്ല പുസ്തകത്തിനോ ഒരു മഹത്തായ ആശയത്തിനോ അതേ ശക്തിയുണ്ട് മനുഷ്യന്റെ ചിന്തകളെ മാറ്റിമറിക്കുവാൻ. പരാജയപ്പെട്ടു നിൽക്കുന്ന മനുഷ്യനെ കുതിച്ചുയരുവാൻ സഹായിക്കുന്ന വാക്കുകൾ ഉണ്ടാകും. ഇനി മുന്നോട്ടേക്ക് ഇല്ല എന്ന് ചിന്തിക്കുന്നതിന്റെ കണ്ണിലേക്ക്, കാതിലേക്ക്, മനസ്സിലേക്ക് ഒരു അഗ്നി പോലെ പടർത്തുവാൻ കഴിയുന്ന ശക്തമായ ആയുധത്തിന്റെ പേര് കൂടിയാണ് വായന. അതുകൊണ്ട് ചോദ്യം താളിയോലയാണോ, പുസ്തകത്താളുകളാണോ, അതോ ഡിജിറ്റലാണോ? അതല്ല ചോദ്യം. ചോദ്യം നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? വായനയ്ക്ക് ശേഷം ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കുവാൻ വേണ്ടി നമ്മൾ വായിക്കുന്നുണ്ടോ? ഇവിടെയാണ് നാം ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണ് ഈ കാലഘട്ടം? അറിവിന്റെ, വിവരങ്ങളുടെ മഹാസമുദ്രത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത്. വിരൽത്തുമ്പിലാണ് ഈ ലോകം മുഴുവൻ ഒളിച്ചിരിക്കുന്നത്. എന്നാൽ ആ വിവരങ്ങളെ, ആ കിട്ടിയ വിവരങ്ങളെ നമ്മൾ എത്ര ആഴത്തിൽ മനസ്സിലാക്കുന്നു, എത്ര അതിനെ ഉൾക്കൊള്ളുന്നു, എത്ര അതിനെ നമ്മൾ നമ്മുടെ പ്രവൃത്തി പഥങ്ങളിൽ നമ്മൾ അതിനെ കൊണ്ടുപോകുന്നു. ഇവിടെയാണ് വായനയുടെ മഹത്വം തെളിയുന്നത്. ഒരു മനുഷ്യ ജീവിതം വളരെ പരിമിതമാണ്. എത്രയോ പരിമിതമാണ് ഒരു മനുഷ്യ ജീവിതം. ഒറ്റ ജീവിതം മാത്രം അല്ലേ? ഒറ്റ ജീവിതം മാത്രമല്ലേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ? എന്നാൽ വായന മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്. കാരണം ഒരു പുസ്തകം വായിക്കുമ്പോൾ അത് രചിച്ച രചയിതാവിന്റെ വർഷങ്ങളോളമുള്ള അനുഭവങ്ങളാണ്, അദ്ദേഹത്തിന്റെ ജീവിതമാണ് നമ്മൾ ആത്മാവിലേക്ക് ഇങ്ങനെ ശേഖരിക്കുന്നത്. അവർ അനുഭവിച്ച വേദനകൾ, അവർ സമ്പാദിച്ച അനുഭവങ്ങൾ, അവരുടെ നിരീക്ഷണങ്ങൾ, അവരുടെ ചിന്തകൾ, ഇതൊക്കെ നമ്മൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഒരു പുസ്തകത്തിലൂടെ നമ്മുടെ ആത്മാവിലേക്ക് നമ്മൾ ആവാഹിക്കുന്നു. ഒരു നല്ല പുസ്തകം പലപ്പോഴും ഒരു മനുഷ്യന്റെ ആയുസ്സിന്റെ സാരമാണ്. ഒരുപക്ഷെ ആ എഴുതിയ മനുഷ്യന്റെ മാത്രമായിരിക്കണമെന്നില്ല. ആ എഴുതിയ മനുഷ്യൻ എത്രയോ പേരുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ട് അവയെല്ലാം അവിടെ കുത്തിവെച്ചിട്ടുണ്ടാകും ആ അക്ഷരങ്ങളായിട്ട്. ഒരു ജീവിതം മാത്രം ജീവിക്കുന്ന മനുഷ്യന് വായനയിലൂടെ അനേകം ജീവിതങ്ങൾ ജീവിക്കാൻ സാധിക്കും. അതാണ് നേരത്തെ നമ്മൾ ഡോക്ടർ രാധ പറഞ്ഞത്. ബഷീറിനെ വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവ ലോകത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ആ പുസ്തകം മാത്രമല്ല, ആ കഥാപാത്രങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ്. ടോൾസ്റ്റോയ് വായിക്കുമ്പോഴോ അത് മറ്റൊരു രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ആത്മാവിനെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഗാന്ധിജിയെ വായിക്കുമ്പോൾ ആത്മപരിശോധനയുടെ, അല്ലെ, സത്യാന്വേഷണ കഥകൾ എന്നൊക്കെ പറയുമ്പോൾ ആത്മപരിശോധനയുടെ വഴികളിലൂടെയാണ് നമ്മൾ ഊഴ്ന്നു പോകുന്നത്, സഞ്ചരിക്കുന്നത്. നെൽസൺ മണ്ടേലയാകുമ്പോഴോ അവിടെ മറ്റൊരു സഹനത്തിന്റെ, ധൈര്യത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്ന വരികളാണ് നമ്മുടെ കണ്ണുകൾ നനയിക്കുന്ന, നമ്മളെ പ്രചോദിപ്പിക്കുന്ന ആ വായനയിലൂടെ നമ്മൾ കടന്നു പോകുക. അങ്ങനെ ഓരോ പുസ്തകവും നമ്മുടെ മനസ്സിന്റെ, ജീവിതത്തിന്റെ അതിരുകൾ ഇങ്ങനെ വികസിപ്പിക്കുകയാണ്. അതിരുകളില്ലാത്ത രീതിയിൽ അത്രയും മനസ്സിനെയും ചിന്തകളെയും ഇങ്ങനെ വികസിപ്പിക്കുന്ന അത്ഭുത പ്രതിഭാസമാണ് വായന. വായന ചെയ്യുന്നത് അറിവ് കൂട്ടാൻ മാത്രമല്ല, മനുഷ്യനെ ഇങ്ങനെ വികസിപ്പിക്കുകയാണ്. കൂടുതൽ വായിക്കുന്തോറും നമ്മുടെ കാഴ്ചപ്പാട് വലിയ അർത്ഥങ്ങൾ ഉണ്ടാവാക്കില്ല, കാഴ്ചപ്പാട് വിശാലമാകും. നമ്മുടെ വിധി നിർണയങ്ങൾ
എന്താണത്? ജഡ്ജ്മെന്റ്, തീരുമാനങ്ങൾ. മറ്റു മനുഷ്യനെ കുറിച്ചുള്ള, മറ്റു സമൂഹത്തെ കുറിച്ചുള്ള, നമ്മളെ എതിർക്കുന്നവരെ പോലും കുറിച്ചുള്ള നമ്മളുടെ ചിന്തകളെ അത് മാറ്റിമറിക്കുന്നു. പക്വതയോടെ, വിവേകത്തോടെ കാര്യങ്ങളെ സമീപിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന അത്ഭുതം കൂടിയാണ് വായന. കൂടെയുള്ള മനുഷ്യന്മാരോടുള്ള നമ്മുടെ എമ്പതി, സഹാനുഭൂതി മാത്രമല്ല, എമ്പതി, അതിന്റെ ആഴം ഇങ്ങനെ ഓരോ പുസ്തകം വായിക്കുമ്പോഴും അതിന്റെ കുഴിയിലേക്ക് ഇങ്ങനെ ആഴ്ന്ന് കുഴിക്കുന്ന ആയുധം കൂടിയാണ് വായന എന്ന് പറയേണ്ടി വരും. നമ്മുടെ മനുഷ്യത്വമോ അത് കൂടുതൽ സമ്പന്നമാകും. ഇനി ഫ്യൂച്ചർ, വായനയുടെ ഭാവി എന്തായിരിക്കും? നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ സമയം എന്താണ്? കൃത്രിമ ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആരാ എഴുതുന്നത്? യന്ത്രങ്ങൾ എഴുതും, യന്ത്രങ്ങൾ സംസാരിക്കും, യന്ത്രങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും, വിവരങ്ങൾ ശേഖരിക്കും. പക്ഷേ മനുഷ്യനെ മഹാനാക്കുന്നത് വിവരങ്ങളുടെ അളവല്ല, വിവേകത്തിന്റെ അളവാണ്. യന്ത്രങ്ങൾക്ക് വിവരം നൽകാൻ സാധിക്കും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, യന്ത്രങ്ങൾ എത്രയും വിവരങ്ങൾ നൽകും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്ര വലുതായാലും വിവരങ്ങൾ നൽകും. പക്ഷേ മൂല്യങ്ങൾ നൽകാൻ സാധിക്കും? ഇസ് ഇറ്റ് പോസിബിൾ? യന്ത്രങ്ങൾ നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകും, എന്ത് ചോദിച്ചാലും പറയും. പക്ഷേ എന്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ യന്ത്രങ്ങൾക്ക് നൽകാൻ സാധിക്കില്ല. ആ കഴിവ് ആരാണ്? ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരാശി വളർത്തിയെടുക്കേണ്ട, കണ്ടുപിടിക്കേണ്ട ഒന്നാണ്. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ, പർപ്പസ് ഓഫ് ലൈഫ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പർപ്പസ് മനസ്സിലാക്കണമെങ്കിൽ വായനയിലൂടെ കടന്നു പോകണം. അങ്ങനെ വായിക്കാത്ത മനുഷ്യൻ, നേരത്തെ സംസാരിച്ച ഒരാൾ പറഞ്ഞതുപോലെ, സൂചിപ്പിച്ചതുപോലെ, അതിന്റെ അർത്ഥം എങ്ങനെയായിരുന്നു? വായിക്കാത്ത മനുഷ്യൻ ഒരു ജഡമായിട്ട് ജീവിക്കുന്നു, ഒരു ശരീരം മാത്രമായിട്ട് ജീവിക്കുന്നു. അവൻ അങ്ങനെ തന്നെ മരിച്ചു പോകുന്നു. തിരിച്ചറിയുവാനുള്ള കഴിവ് അത് വളർത്തിയെടുക്കണമെങ്കിൽ കുറെ മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് വായന. ഭാവിയിലെ ലോകത്ത് വിജയിക്കുന്നവർ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ കൈവശമുള്ളവരായിരിക്കില്ല, കുറെ നോളജ് കിട്ടിയവരായിരിക്കത്തില്ല. ഏറ്റവും ആഴത്തിലേക്ക് ചിന്തിക്കുവാൻ കഴിയുന്നവരായിരിക്കും. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കാൻ കഴിയുന്നവരായിരിക്കും. വ്യത്യസ്ത രാഷ്ട്രീയമുണ്ട്, നമുക്ക് വ്യത്യസ്ത മതങ്ങളുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിന് എല്ലാം കേൾക്കുവാനുള്ള കഴിവ് സമചിത്തതയോടെ മനസ്സ് തുറന്നു വെച്ച് കേൾക്കണമെങ്കിൽ ഒരു സാധാരണ മനുഷ്യന്, വായനയില്ലാത്ത മനുഷ്യന് പ്രശ്നമാണ്. എന്റെ രാഷ്ട്രീയം, എന്റെ മതം, അതിനപ്പുറത്തേക്ക് ചിന്തിക്കണമെങ്കിൽ, അവന്റെ മനസ്സ് വികസിക്കണമെങ്കിൽ എന്ത് വേണം? അവനും വേണം വായന. വായിക്കാത്ത ആളുകളാണ് ഈ കലാപങ്ങളുടെ പുറകിലൂടെ നടന്നു പോകുന്നത്. നല്ല മനുഷ്യന്മാരുടെ, വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള നല്ല മനുഷ്യന്മാരെ സൃഷ്ടിക്കുവാനായിട്ട് മനുഷ്യന് കഴിയണമെങ്കിൽ, നേതാക്കന്മാർക്ക് കഴിയണമെങ്കിൽ, സമൂഹത്തിന് കഴിയണമെങ്കിൽ വായന, വായന, വായന. അത്തരം മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നതിന്റെ ശക്തിയുടെ കൂടി പേരാണ് വായന. അതിനാൽ പ്രിയപ്പെട്ടവരെ, വായന ദിനത്തിൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം തീരുമാനിക്കേണ്ടത്, പ്രതിജ്ഞ എടുക്കേണ്ടത്, പുസ്തകങ്ങളെ അലമാരകളിൽ വാങ്ങി സൂക്ഷിക്കുവാനുള്ളതല്ല. പലപ്പോഴും ലൈബ്രറികൾ പുസ്തകങ്ങൾ വാങ്ങി വെച്ചിട്ട് ജയിൽ പുള്ളികളെ പോലെ തടവറകളിൽ വെച്ചിരിക്കുന്ന പോലെ വിലപിക്കുന്ന പുസ്തകങ്ങളുടെ ജയിൽ അറകളായിട്ട് നമ്മുടെ വീടും ലൈബ്രറികളും മാറ്റാൻ പാടില്ല. എത്രയോ പുസ്തകങ്ങൾ, രോദനങ്ങൾ കേൾക്കാം. ജയിലുകളാണ് പലപ്പോഴും. പുസ്തകം മേടിച്ചു, അവിടെ വെച്ച് തുറക്കുന്നില്ല. എത്രയോ ലൈബ്രറികൾ അടച്ചു പൊട്ടിപ്പോയിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. അവിടെ നിന്നെല്ലാം തന്നെ ഉപയോഗിക്കപ്പെടാത്ത പുസ്തകങ്ങളുടെ രോദനങ്ങൾ ഒരുപക്ഷെ കേൾക്കാമായിരിക്കും. അവർക്ക് കരയുവാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ എത്രയോ പുസ്തകങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഇരുന്ന് കരയുന്നുണ്ട്. അങ്ങനെയാകരുത് നമ്മുടെ വായന. പുസ്തകങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൂടെ? ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 10 മിനിറ്റെങ്കിലും, 10 മിനിറ്റ് മാറ്റിവെക്കാൻ എല്ലാവർക്കും സാധിക്കും. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത് ആണോ? അത് ജോലി കിട്ടാൻ വേണ്ടി PSC പുസ്തകങ്ങൾ അതാണ് പഠിക്കേണ്ടത്? നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യന്മാരെ സങ്കടങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ, ചുറ്റുപാട് കരയുന്ന മനുഷ്യന്മാരെ മനസ്സിലാക്കണമെങ്കിൽ,
പതറിപ്പോയ മനുഷ്യന്മാരെ പിടിച്ചുയർത്തണമെങ്കിൽ, അവരൊരു വഴി കാട്ടുന്ന വെളിച്ചം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ വെളിച്ചം വേണം. നമ്മുടെ മനസ്സിൽ വെളിച്ചം വേണമെങ്കിൽ വെളിച്ചം നൽകുന്ന പുസ്തകങ്ങളെ നമ്മൾ സ്വന്തമാക്കണം. സ്വന്തമാക്കിയാൽ പോരാ, ഹൃദയത്തിലേക്ക് സ്വന്തമാക്കണം. കാരണം ഒരു സമൂഹം വായിക്കാതിരുന്നാൽ, വായന നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ ചിന്തകളെ നഷ്ടപ്പെടുത്തും. ചിന്തകൾ നഷ്ടപ്പെടുമ്പോൾ അത് വിവേകത്തെ, നമ്മുടെ വിവേകത്തെ, പക്വതയെ നഷ്ടപ്പെടുത്തുന്നു. വിവേകം കൂടി നഷ്ടപ്പെടുമ്പോഴോ അത് സമൂഹത്തിന്റെ ഭാവിയെ തന്നെ അപകടത്തിൽപ്പെടുത്തും. എന്നാൽ ഒരു സമൂഹം വായനയെ സ്നേഹിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ ഭാവി സുരക്ഷിതമായി തീരും. അതിന്റെ സംസ്കാരം ഏത് രാജ്യമെടുത്ത് പരിശോധിച്ചാലും കാണാൻ കഴിയും. അതിന്റെ സംസ്കാരം, വായനയുള്ള സമൂഹത്തിന്റെ സംസ്കാരം എങ്ങനെ സമ്പന്നമായി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ആ സമൂഹത്തിലെ മനുഷ്യൻ കൂടുതൽ മനുഷ്യനാകുന്നു. ഞാൻ എന്താ പറഞ്ഞത്? മനുഷ്യൻ കൂടുതൽ മനുഷ്യനാകുന്നു. അർത്ഥം നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിക്കോളൂ. വായിക്കണം, ചിന്തിക്കണം, ചിന്തയെ സംസ്കാരമാക്കി മാറ്റണം. അപ്പോഴാണ് നമ്മൾ അറിവുള്ള മനുഷ്യനായി മാത്രമല്ല വിവേകം കൂടിയുള്ള മനുഷ്യനായിട്ട് മാറുന്നത്. താളിയോലകളിൽ നിന്ന് ഡിജിറ്റൽ സ്ക്രീനിലേക്കുള്ള ഈ ദീർഘമായ യാത്രയിൽ മാറിയിരിക്കുന്നത് ഉപകരണങ്ങളാണ്. നമ്മളിലേക്ക് എത്തിക്കുന്ന ആ മാധ്യമങ്ങൾ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. മാറാൻ പാടില്ലാത്തത് വായനയുടെ ആത്മാവാണ്. ആത്മാവിനെ നമുക്കിങ്ങനെ കൂട്ടിച്ചേർത്ത് സംരക്ഷിച്ച് നിർത്തുവാനാണ് ഈ വായനാ ദിനം പോലെയുള്ള ഈ ദിനങ്ങൾ നമ്മളെ സഹായിക്കുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട്, നമ്മളെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട്, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യന്മാരെ കൂട്ടിച്ചേർത്ത് നിർത്തുവാൻ വേണ്ടിയിട്ട്, അവരെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വായിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ നമുക്കെല്ലാം ഇതുവരെ വായിച്ചവർ തുടർന്നു കൊണ്ടുപോവുക, വായനയെ വീണ്ടും പല പല മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുക. വായിക്കാത്തവർ ഒരു തീരുമാനമെടുക്കണം. യെസ്, ഞാൻ ഇന്നു മുതൽ വായിച്ചു തുടങ്ങും. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, എൻ്റെ സമൂഹത്തിന് കൂടി വേണ്ടിയിട്ട്, എൻ്റെ ഇവിടെ ഇനിയും ജീവിക്കാൻ പോകുന്ന കാലങ്ങളോളം, യുഗങ്ങളോളം ഈ ഭൂമി എന്നുണ്ടോ അതുവരെയും ജീവിക്കാൻ പോകുന്ന മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് നമുക്ക് വായിക്കാം, ആരംഭിക്കാം. വായനാ ദിനം, നല്ല ഒരു വായനാ ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.